ഞങ്ങളുടെ ഈ കഥ നടക്കുന്നത് കേരളത്തിലല്ല, അല്ല ഇന്ത്യയിലല്ല, അല്ല വെനീസിലല്ല, അല്ല ജപ്പാനിലല്ല, അല്ല അമേരിക്കയിലും അല്ല, അല്ല പിന്നെ എവിടെയാണ്? എറണാകുളത്തിനടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ. ഇത് നമ്മൾ കേൾക്കാത്ത ചടങ്ങുകൾ, കേൾക്കാത്ത ആചാരങ്ങളൊക്കെ ഒരുപാട് സ്വാസിക്കുന്ന ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി. നല്ല മൂട് അങ്ങനെയല്ല, എന്റെ അമ്മയുടെ മുത്തശ്ശൻ വിഷവൈദ്യനായിരുന്നു. പാമ്പ് കടിച്ചിട്ട് അതേ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷയിറക്കുക, അങ്ങനത്തെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. നിനക്ക് വിഷഹാരി അറിയില്ല. വിഷ ഊതി കയറ്റാനും ഊതി ഇറക്കാനും ഒരു നിമിഷം വേണ്ടിരിക്കെ. വിഷരാജനാ ഞാൻ. നിലവിളിച്ച് മരിക്കാതിരിക്കുക. പണ്ടോട്ടേ ഉള്ള ഡൗട്ടാണ്, കടിച്ച പാമ്പിനെ തിരിച്ചു വിഷം ഇറങ്ങി കഴിഞ്ഞാൽ വിഷം ഇറങ്ങിപ്പോവും. പ്രാക്ടിക്കലി ഇമ്പോസിബിൾ അല്ല, അത് റിയൽ ആയിട്ട് എന്റെ വീട്ടിൽ നടന്നിട്ടുണ്ട്. എന്റെ അമ്മയും ഒക്കെ അതിന് സാക്ഷികളാണ്. എന്നാ പിന്നെ പേടിക്കണ്ട, എവിടെയാണെങ്കിലും വരും അത്. പക്ഷെ നമുക്ക് ആ ഫാമിലിക്ക് ഭയങ്കര ദോഷാണ്. അതുകൊണ്ടാണ് പിന്നീട് ആ ഫാമിലിയിൽ ഓരോരോ ഇഷ്യൂസ് വരുന്നതും പിന്നീടുള്ള ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഈ ബുദ്ധിമാന്ദ്യം സംഭവിക്കുന്നത്, സ്കിൻ ഡിസീസ് ഒക്കെ വരുന്നത് അതുകൊണ്ടാണ്. പറ്റിച്ച് ജീവിക്കുന്നവരാ പുല്ല. ഇനി തിരിച്ചു വരുന്ന പാമ്പ് വേറെ വിഷമുള്ള, വീണ്ടും വിഷമുള്ള. പക്ഷെ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ആ വരുന്നുണ്ടല്ലോ, അത് വരുന്നു, ആ സെയിം ആളുടെ കടിച്ച് അവിടെ നിന്ന് അത് പാമ്പ് വിഷം ഇറക്കുന്നു, എന്നിട്ട് ആ പാമ്പ് തിരിച്ചു പോകുന്നു. സത്യമായിട്ട് നടന്നതാടാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നിന്റെ മുഖത്ത് നോക്കുമ്പോ ഒരുമാതിരി വിശ്വസിക്കാത്ത. ഞാൻ മുഖത്തേക്ക് നോക്കണ്ട. ഇത് നീ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഇനി പറയാൻ പോണത് നീ വിശ്വസിക്കത്തേ ഇല്ല. പോകുന്നു. ആ സമയത്ത് നമ്മുടെ വീട്ടില് ബാക്കില് തൊഴുത്തൊക്കെ കത്തും എന്നാ പറയുന്നത്. തൊഴുത്ത് ഇങ്ങനെ കത്തും. ഈ നൂറ്റാണ്ടിലും ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. നമ്മളൊക്കെ ആണുങ്ങളല്ലേ, നല്ല ധൈര്യം വേണ്ടേ? അപ്പൊ ഇതിപ്പോ പറയുമ്പോ ആൾക്കാര് ഭയങ്കര തള്ള് തമാശ എന്നൊക്കെ പറയും. അവര് പറയുന്നൊന്നും കാര്യമാക്കണ്ട, നീ വിളിച്ചോടാ. പഴയ കാലത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അല്ലടാ, മൊത്തത്തിൽ ഈ കഥ കേട്ടപ്പോ നിനക്ക് എന്ത് തോന്നി? മൊത്തത്തിൽ കേട്ടിട്ട് എനിക്ക് നല്ല ലോജിക്കും ഇത്രയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കഥ ഞാൻ കേട്ടിട്ട് ഒന്ന് പോയി.